അങ്ങനെ വന്ന് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യയിലെത്തിയിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. 2 തവണ യാൺ ഓവർ ചെയ്യണം, 4 ചെയിൻ സ്കിപ്പ് ചെയ്യണം. എന്നിട്ട് 5ാമത്തെ ചെയിനിൽ വേണം നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് യാൺ പുള്ള് ചെയ്യണം. യാൺ പുള്ള് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇതിൽ 4 ലൂപ്പ് കിട്ടുന്നുണ്ട്. അതിൽ ഫസ്റ്റ് 2 ലൂപ്പിലൂടെ എടുക്കാം, പിന്നെയും 2 ലൂപ്പിലൂടെ എടുക്കാം, പിന്നെയും 2 ലൂപ്പിലൂടെ എടുക്കാം. ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ. ഒന്നുകൂടെ നോക്കാം. 2 തവണ യാൺ ഓവർ ചെയ്യണം, എന്നിട്ട് ചെയിനിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം, ഇതുപോലെ. എന്നിട്ട് 3 തവണയായിട്ട് ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരണം, 2 ലൂപ്പ് വീതം. ഇപ്പം നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിലെത്തിയിട്ടുണ്ട്. അതും നോർമലി ചെയ്യാം. നമ്മൾ ഡബിൾ ക്രോഷ്യയൊക്കെ ചെയ്ത പോലെ തന്നെയാണ് ഇനിയുള്ള സ്റ്റെപ്പ്. ഡബിൾ ക്രോഷ്യയിൽ 3 ടേണിംഗ് ചെയിൻ ആയിരുന്നു, ട്രിപ്പിൾ ക്രോഷ്യയിൽ 4 ടേണിംഗ് ചെയിൻ ചെയ്യുന്നുണ്ട്. 4 ചെയിൻ ചെയ്തു, എന്നിട്ട് ടേൺ ചെയ്തു. ഇത് ഒരു സ്റ്റിച്ചായി കൗണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റിൽ ഇൻസേർട്ട് ചെയ്യില്ല, പകരം തൊട്ടടുത്തതിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ട്രിപ്പിൾ ക്രോഷ്യ. കമ്പാരിറ്റീവ്ലി സിംഗിൾ ക്രോഷ്യ അടുത്തടുത്താണ് ചെയിൻസ് വരുന്നത്. ട്രിപ്പിൾ ക്രോഷ്യ ഭയങ്കര സ്ട്രെച്ചിയാണ്. ഇതിന് ഇൻ ബിറ്റ്വീനാണ് മറ്റ് 2 സ്റ്റിച്ചസും.